ചാപ്റ്റർ മൊത്തം പഠിപ്പിച്ചു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും പഠിപ്പിക്കാനുണ്ടോ? ഇനി ചാപ്റ്റർ എടുക്കാനുണ്ട്, മോർച്ചറി സർവീസ് ഒക്കെ. ഈ മെയിൻ ഗ്രൂപ്പ് അല്ലാതെ വേറെ എന്തെങ്കിലും ഗ്രൂപ്പ് ഉണ്ടോ? വാട്സപ്പിലോ? വാട്സപ്പ് ഗ്രൂപ്പില്ലേ? വാട്സപ്പില് ഗ്രൂപ്പ് ഉണ്ട്. ഞാൻ നമ്പർ ടൈപ്പ് ചെയ്ത് വിടും, ആഡ് ചെയ്യാം. ആർക്കാ കൊടുക്കണ്ടേ? ശ്രീജയാണ് അഡ്മിന്. ഇതിൽ നമ്പർ കിട്ടോ, നമ്മള് ശ്രീജന്റെ അടുത്ത് കൊടുത്തോളാം. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞൊരു ചാപ്റ്റർ കഴിഞ്ഞ് ഫ്രണ്ട് ഓഫീസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഷോർട്ട് നോട്ടും കുറച്ച് ക്വസ്റ്റ്യൻസും തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇനിയുള്ള ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. ഇനിയുള്ള ക്ലാസ്സിൽ തരാം നമ്മള്. അപ്പൊ ആർക്കും വിരോധം ഇല്ലല്ലോ? നെക്സ്റ്റ് ക്ലാസ്സിൽ തന്നാ മതിയില്ലേ? ഓക്കെ. ചാപ്റ്റർ നമ്പർ എത്രയാ? ചാപ്റ്റർ 17 ആണ് കേട്ടോ. 17 ലബോറട്ടറി സർവീസ്. 17 അല്ല മാം. 17 അല്ല. 17 അല്ലേ? പിന്നെ എത്രയാ വരാ? ഇവിടെ എനിക്ക് 17 ആണോ? 18 ആണ്. ഓക്കെ, ചാപ്റ്റർ 18 ആണ് കേട്ടോ, ലബോറട്ടറി സർവീസ്. ഓക്കെ, ലബോറട്ടറി സർവീസ് ആണ് ഹെഡിങ് കൊടുക്കുക കേട്ടോ. ഒരു 1 പേജ് ഒന്ന് വിടുക. എന്റെ ബുക്ക് ആണെങ്കിൽ, ഞാൻ തരുന്ന നോട്ട് എഴുതുന്ന ബുക്ക് ആണെങ്കിൽ ഒരു പേജ് വിടുക. ആ ഫ്രണ്ട് ഓഫീസുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതാനുണ്ട്. ഒരു പേജ് വിടുക. എന്നിട്ട് എന്ത് ചെയ്യാം, ലബോറട്ടറി സർവീസ് ഹെഡിങ് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? സ്റ്റാർട്ട് ചെയ്തോട്ടെ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ലബോറട്ടറി എന്ന് പറയുന്നത്, ഇൻട്രൊഡക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് പറയാണ്, ലബോറട്ടറി എന്ന് പറയുന്നത് എല്ലാവരും പോകുന്ന ഒരു സ്ഥലമാണ് അല്ലെ? ഹോസ്പിറ്റലിൽ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ, ഡോക്ടറെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു എന്താ പറയാ, അതായത് പെട്ടെന്ന് മാറാൻ പറ്റാത്ത അസുഖങ്ങളൊക്കെ ആണെങ്കിൽ നമ്മള് ലാബ് ടെസ്റ്റിനെ അല്ലെങ്കിൽ ലബോറട്ടറിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആശ്രയിക്കേണ്ടതായിട്ട് വരും. അപ്പോ നമ്മുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഫാക്ടറാണ് എന്ത്, ലബോറട്ടറി എന്ന് പറയുന്നത്. അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഇൻട്രൊഡക്ഷനിലോട്ട് പോവാം. A medical laboratory or clinical laboratory is a place where tests are done on clinical specimens to get information about the health of a patient to help in diagnosis, treatment, and prevention of disease. Medical laboratories differ in size and complexity and so provide different types of testing services. Medical laboratory is a part of the laboratory that is equipped with the various biomechanical instruments, equipments, materials, and reagents for carrying out different laboratory investigative activities by using biological specimen, whole blood, serum, plasma, urine, stool, etc. Okay, അതായത് രോഗനിർണയ ചികിത്സ. ഓക്കെ, അതായത് രോഗം നിർണയിച്ചിട്ട്, അതായത് രോഗം ഡയഗ്നോസ് ചെയ്തിട്ട് ചികിത്സ ചെയ്യുന്നത്. ദെൻ രോഗത്തെ തടയൽ, രോഗം പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള മാർഗങ്ങള് എന്നിവയെ സഹായിക്കുന്നതിന് രോഗിയുടെ ആരോഗ്യത്തെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിന് പരിശോധനകൾ നടത്തുന്ന സ്ഥലത്തെയാണ് എന്ത് പറയുന്നത്, ലബോറട്ടറി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഷോർട്ട് ആയിട്ട് പറയുകയാണെങ്കിൽ, ലബോറട്ടറിയെ കുറിച്ച് ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ, അതിനെ കുറിച്ച് പറയാനായിട്ട് ഒരു ഡെഫിനിഷൻ കൊടുക്കാനായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇതാണ് പറയേണ്ടത്. എന്താണ്? അതായത്
രോഗനിർണയ ചികിത്സ, രോഗം തടയല് എന്നിവയിൽ സഹായിക്കുന്നതിന്, അതായത് ഇത് രണ്ടിനും വേണ്ടിയിട്ട് സഹായിക്കുന്നതിന് രോഗിയുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള, രോഗിയുടെ ഹെൽത്തിനെ കുറിച്ചിട്ടുള്ള ചില വിവരങ്ങൾ വേണം അല്ലെ? ഓക്കെ, അതായത് ഇപ്പൊ ഒരു രോഗം വന്നു, അത് പ്രിവെന്റ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ആ രോഗിക്ക് ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ടോ നമുക്കൊരു രോഗിയെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വിവരങ്ങൾ ആവശ്യമായിട്ട് വരും. അപ്പൊ ആ വിവരങ്ങൾ ലഭ്യമാകുന്ന അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഒരു സ്ഥലമാണ് എന്ത് പറയുന്നത്? ലബോറട്ടറി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആയോ? ക്ലിയർ അല്ലാത്തവരുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ, കമന്റ് ചെയ്ത് ചോദിച്ചാൽ മതി. ദെൻ ഇനി ലബോറട്ടറിയുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാല് നമുക്ക് 70% രോഗനിർണയം നടത്തുന്നത് ലബോറട്ടറി, അതായത് ടെസ്റ്റിലൂടെയാണ്. ഓക്കെ, അതായത് ക്ലിനിക്കൽ സ്പെസിമെൻസിന്റെ പരിശോധനയിലൂടെയാണ്. അപ്പൊ എന്താണ് ക്ലിനിക്കൽ സ്പെസിമെൻസ് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു രോഗം വന്നു കഴിഞ്ഞാല് നമ്മൾ ഡോക്ടറെ അടുത്ത് പോകും അല്ലെ? ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ ചിലപ്പോൾ 3 ദിവസത്തെയോ അല്ലെങ്കിൽ 5 ദിവസത്തേക്കൊക്കെ നമുക്ക് മരുന്ന് തരും. ആ മരുന്ന് കഴിച്ചിട്ടും നമുക്ക് കുറഞ്ഞില്ല എങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ഡോക്ടറെ അടുത്ത് പോകും. അപ്പോഴാണ് നമ്മളോട് എന്ത് പറയാ? ഡോക്ടർ ടെസ്റ്റ് ചെയ്തിട്ട് വരാനായിട്ട് പറയുന്നത്. അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് വരുമ്പോഴാണ് നമ്മളുടെ ഉള്ളിലുള്ള രോഗത്തെ കണ്ടുപിടിക്കുന്നത്. അപ്പോ 70% രോഗനിർണയം നടക്കുന്നത് എന്തിലൂടെയാണ്? ലാബ് ടെസ്റ്റിലൂടെയാണ് നടക്കുന്നത് കേട്ടോ. ഓക്കെ, അത് ക്ലിനിക്കൽ സ്പെസിമെൻസിന്റെ പരിശോധനയിലൂടെയാണ് നടക്കുന്നത്. അപ്പൊ എന്താണ് ക്ലിനിക്കൽ സ്പെസിമെൻസ് എന്ന് നിങ്ങൾ ചോദിക്കും. ഇവിടെ പ്രത്യേകം അവിടെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, ക്ലിനിക്കൽ സ്പെസിമെൻസ് എന്ന് പറഞ്ഞാല്. അതായത് ഇറ്റ്സ് എ ബയോളജിക്കൽ സ്പെസിമെൻ. ഓക്കെ, ക്ലിനിക്കൽ സ്പെസിമെൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ബയോളജിക്കൽ സ്പെസിമെൻസിന് തന്നെയാണ്. അതിന്റെ മീനിങ് വരുന്നത് ഹ്യൂമൻ ബോഡിയിൽ നിന്ന് രോഗനിർണയത്തിന് വേണ്ടി കളക്ട് ചെയ്യുന്ന സാമ്പിൾസിനെയാണ് ക്ലിനിക്കൽ സ്പെസിമെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ പേര് കേട്ടിട്ട് പേടിക്കണ്ട, അത് വായിച്ചിട്ട് പേടിക്കണ്ട, വലിയൊരു വാക്കുകളൊന്നുമല്ല. അതായത് നമ്മുടെ ഹ്യൂമൻ ബോഡി, ഒരാളുടെ ശരീരത്തിൽ നിന്ന് ആളുടെ രോഗം ഡയഗ്നോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്യുന്ന സാമ്പിളുകളാണെന്ത്? ക്ലിനിക്കൽ സ്പെസിമെൻ അഥവാ ബയോളജിക്കൽ സ്പെസിമെൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തൊക്കെ സാമ്പിൾ ആയിരിക്കും നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ നിന്ന് കളക്ട് ചെയ്ത? ഒന്ന് കമന്റ് ചെയ്തേ. എന്തൊക്കെ സാമ്പിൾ ആയിരിക്കും കളക്ട് ചെയ്യുക? എന്തൊക്കെയായിരിക്കും കളക്ട് ചെയ്യുക രോഗം ഡയഗ്നോസ് ചെയ്യാനായിട്ട്? ബ്ലഡ് അല്ലെ? ബ്ലഡ്, യൂറിൻ, പിന്നെ സ്പൂട്ടം. കബും ഉണ്ട് കേട്ടോ, സ്പൂട്ടും ഉണ്ട്. സ്പൂട്ടം, SPUTUM, സ്പൂട്ടം, സെറം, പ്ലാസ്മ, സ്റ്റൂള്, ഇതൊക്കെയാണ് എന്ത് വരുന്നത്? ക്ലിനിക്കൽ സ്പെസിമെൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ക്ലിനിക്കൽ സ്പെസിമെൻ എന്ന് പറഞ്ഞാല് ഹ്യൂമൻ ബോഡിയിൽ നിന്ന് രോഗനിർണയത്തിന് വേണ്ടി കളക്ട് ചെയ്യുന്ന സാമ്പിളുകളാണെന്ത്? ക്ലിനിക്കൽ സ്പെസിമെൻ. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്ലഡ്, യൂറിൻ, സ്പൂട്ടം, സെറം, പ്ലാസ്മ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് കേട്ടോ. നിങ്ങളിത് നോട്ട് ചെയ്യുന്നുണ്ടോ? നോട്ട് ചെയ്യാനുള്ള ചാപ്റ്റർ ആണ് കേട്ടോ ഇത്. ഇതിൽ നിന്ന് മാത്രം നമുക്ക് കുറെ കാര്യങ്ങൾ കിട്ടിയെന്ന് വരില്ല. ഫ്രണ്ട് ഓഫീസ് നമ്മൾ എടുത്തപ്പോൾ നമുക്ക് നോട്ട് ചെയ്യാൻ അധികം കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്. നോട്ട് ചെയ്യാൻ ധാരാളം കാര്യങ്ങളുണ്ട് കേട്ടോ ലബോറട്ടറിയുമായി ബന്ധപ്പെട്ട്. ഓക്കെ, നോട്ട് ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി അപ്പോൾ ഇത്തരത്തിലുള്ള, അതായത് ഇപ്പൊ ബ്ലഡ് ആയാലും യൂറിൻ ആയാലും അതുപോലെ സെറം, പ്ലാസ്മ, ഇങ്ങനെയുള്ള ക്ലിനിക്കൽ സ്പെസിമെൻസിന്റെ ടെസ്റ്റുകൾ നടത്തുന്ന സ്ഥലത്തെയാണ് നമ്മൾ എന്ത് പറയാ? ലബോറട്ടറി എന്ന് പറയാം. ഓക്കെ, ക്ലിനിക്കൽ സ്പെസിമെൻസിന്റെ ടെസ്റ്റുകൾ നടത്തുന്ന സ്ഥലത്തെ നമ്മൾക്ക് എന്ത് വിശേഷിപ്പിക്കാം? ലബോറട്ടറി എന്ന് വിശേഷിപ്പിക്കാം. ലബോറട്ടറി എന്നതിന്റെ മീനിങ് എന്ന് പറയുന്നത് പരീക്ഷണശാല എന്നാണ് കേട്ടോ. മലയാളത്തിൽ അതിനെ പറയുന്നത് പരീക്ഷണശാല എന്നാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ഒരു രോഗിയുടെ രോഗനിർണയം നടത്താനും ആ രോഗത്തെ തടയാനും അതുപോലെ അവർക്ക് ചികിത്സ കൊടുക്കാനും രോഗിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള വിവരങ്ങൾ ആവശ്യമാണ്. അത്തരം വിവരങ്ങൾ നമ്മൾക്ക് തരുന്നത് ഈ ഒരു ക്ലിനിക്കൽ സ്പെസിമെൻസ് ഉപയോഗിച്ചുകൊണ്ട്
ലബോറട്ടറിയിൽ നിന്നാണ് നമുക്ക് അത്തരം വിവരങ്ങൾ ലഭിക്കുന്നത്. ഓക്കെ, ഒന്നും കൂടി പറയാം. ഒരു രോഗിയുടെ രോഗനിർണയം നടത്താനും ആ രോഗത്തെ തടയാനും അവർക്ക് ചികിത്സ കൊടുക്കാനും രോഗിയുടെ ആരോഗ്യ വിവരങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് ക്ലിനിക്കൽ സ്പെസിമെൻസ് ഉപയോഗിച്ചുകൊണ്ട് ടെസ്റ്റുകൾ നടത്തുന്ന സ്ഥലത്തെയാണ് നമ്മൾ ലബോറട്ടറി എന്ന് പറയാം. ഇനി ചെറിയ ലാബ് തൊട്ട് വലിയ ലാബ് വരെയുണ്ട്. ഓക്കെ, അതായത് നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്ത് ചെറിയ ലാബുകളും കാണാം. ലാബ് എന്ന് പറഞ്ഞാൽ ലബോറട്ടറി തന്നെയാണ് കേട്ടോ. ചെറിയ ലബോറട്ടറികളും കാണാം, വലിയ ലബോറട്ടറികളും കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ലാബ് തരുന്ന സേവനങ്ങൾക്കനുസരിച്ച് അതിനെ നമുക്ക് ചെറുതെന്നും വിളിക്കാം, വലുതെന്നും വിളിക്കാം. ചില ലാബുകളിൽ കുറച്ച് എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. വളരെ കുറച്ച് സർവീസ് മാത്രമാണ് അവർ കൊടുക്കുക, അത്യാവശ്യത്തിന് വേണ്ട സർവീസ് മാത്രം. അതിനെ നമുക്ക് ചെറിയ ലാബ് എന്ന് പറയും. ഇനി മറ്റു ചില ലാബുകളാണെങ്കിൽ വലിയ വലിയ സർവീസുകളായിരിക്കും കൊടുക്കുക. അതായത് ഭയങ്കരമായിട്ടുള്ള നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള സർവീസുകൾ അവർ കൊടുക്കും. അപ്പൊ അതിനെ നമുക്ക് വലിയ ലാബുകൾ എന്ന് വിശേഷിപ്പിക്കാം. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ടേംസ് പറയുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഇനി മെഡിക്കൽ ലബോറട്ടറി, അതായത് ഈ ലബോറട്ടറിയെ തന്നെ മറ്റൊരു തരത്തിൽ ഇവിടെ അവർ സൂചിപ്പിക്കുന്നുണ്ട്. മെഡിക്കൽ ലബോറട്ടറി ഈസ് എ പാർട്ട് ഓഫ് ദ ലബോറട്ടറി ദാറ്റ് ഈസ് എക്യുപ്ഡ് വിത്ത് വേരിയസ് ബയോമെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. ഓക്കെ, മെഡിക്കൽ ലബോറട്ടറി എന്ന് പറയുന്നത് അതായത് ധാരാളം എക്യുപ്ഡ്, അതായത് വളരെയധികം വൈവിധ്യമാർന്നിട്ടുള്ള എക്യുപ്മെന്റ്സുകളും മറ്റുമുള്ള ഒരു സ്ഥലമാണ്. ഓക്കെ, അവിടെ ഉപയോഗിക്കുന്ന ചില സാധനങ്ങൾ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതിലൊന്നാണ് ബയോമെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ബയോമെക്കാനിക്കൽ എന്നല്ല ശരിക്കും പറഞ്ഞാൽ അവരുടെ ടേം വരേണ്ടത് കേട്ടോ. ബയോമെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്നാണ് വരേണ്ടത്. ഒന്ന് അവിടെ ഒന്ന് തിരുത്തുക കേട്ടോ, ബയോമെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. ഓക്കെ, ആ നോട്ടില് പിശകുണ്ട്, ബയോമെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്നാ പറയാ. ഈ ബയോമെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാ ഉദ്ദേശിക്കുക? ഇത് എക്യുപ്മെന്റ്സ് ആണ് പറയുന്നത്, ഉപകരണങ്ങളാണ് അവിടെ പറയുന്നത്. ഒന്ന് കമന്റ് ചെയ്തേ, ബയോമെഡിക്കൽ എക്യുപ്മെന്റ്സ് എന്തൊക്കെയായിരിക്കും? ബയോമെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? നിങ്ങൾക്കറിയാമോ എന്തൊക്കെയാണത് ബയോമെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ്? അറിയില്ല? ബയോമെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞാല് സാമ്പിള് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നവ. ഓക്കെ, ഒന്ന് സാമ്പിള് മെഷർ ചെയ്യാൻ, രണ്ടാമത്തത് സാമ്പിളുകൾ എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സിനെയാണ് എന്ത് പറയുന്നത്? ബയോമെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, താഴെ തന്നെയായിട്ട് എഴുതുക. സാമ്പിൾ മെഷർ ചെയ്യാൻ, അതുപോലെ തന്നെ എക്സാമിൻ ചെയ്യാനായിട്ട്. ഓക്കെ, ഇതാണ് ബയോമെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. ഓക്കെ, ക്ലിയർ ആണോ? ഇവിടം വരെ പറഞ്ഞത് ക്ലിയർ ആണോ? ആർക്കും ഒരു ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, ദെൻ ഇപ്പൊ ബയോമെക്കാനിക്കൽ നമ്മൾ ഇൻസ്ട്രുമെന്റ്സ് പറഞ്ഞു കഴിഞ്ഞു. സാമ്പിൾ മെഷർ ചെയ്യാൻ, ദെൻ എക്സാമിൻ ചെയ്യാൻ, അതാണ് ബയോമെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. ദെൻ എക്യുപ്മെന്റ്സ്. എക്യുപ്മെന്റ്സ് എന്ന് പറയുമ്പോൾ അത് ചെറിയ എക്യുപ്മെന്റ്സ് തുടങ്ങി വലിയ എക്യുപ്മെന്റ്സ് വരെയുണ്ട്. അതിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട എക്യുപ്മെന്റ് ആണ് മൈക്രോസ്കോപ്പ് കേട്ടോ. മൈക്രോസ്കോപ്പ് നമ്മൾക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത തരം കാര്യങ്ങളെ നമ്മൾ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക അല്ലെ? ഓക്കെ, അപ്പോ എക്യുപ്മെന്റിൽ ആദ്യം വരുന്നതാണ് മൈക്രോസ്കോപ്പ്. ദെൻ ടെസ്റ്റ് ട്യൂബ്. ഓക്കെ, ടെസ്റ്റ് ട്യൂബ് അതായത് നമ്മുടെ ഈ ബ്ലഡ് ഒക്കെ എന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്തിട്ട് ടെസ്റ്റ് ട്യൂബിലാക്കി വെക്കുന്നേ കണ്ടിട്ടില്ലേ? ബ്ലഡ് കളക്ട് ചെയ്തിട്ട്, അതായത് നമ്മളുടെ ശരീരത്തിൽ നിന്ന് അവര് ബ്ലഡ് കുത്തിയെടുത്തിട്ട് എന്തിലോട്ട് ആക്കി വെക്കുക? ഒരു കുഞ്ഞൊരു ഗ്ലാസ് പോലത്തെ ഒരു സംഭവം ഉണ്ടാവും അല്ലെ? അതിനെ എന്താ പറയാ? ടെസ്റ്റ് ട്യൂബ് എന്ന് പറയാ കേട്ടോ. ഇത് മിക്സിങ്ങിന് വേണ്ടിയിട്ടും ചെറിയ ബോട്ടില് മിക്സിങ്ങിന് വേണ്ടിയിട്ടും ഹീറ്റിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ട്യൂബ് ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഇവര് അവിടുത്തെ പ്രോസസ്സിങ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് ഓട്ടോക്ലേവ്. ഓട്ടോക്ലേവ് കേട്ടോ, ഓട്ടോക്ലേവ്. ഓട്ടോക്ലേവ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓട്ടോക്ലേവ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? സ്റ്റെറിലൈസ് ചെയ്യാനായിട്ടല്ലേ? സ്റ്റെറിലൈസ് ചെയ്യാനാണ് അല്ലെ? ഓക്കെ, ടു decontaminate certain biological waste and sterile
മെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ് കേട്ടോ. സ്റ്റെറൈലിന് വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഓട്ടോക്ലേവ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം, സ്റ്റെറൈലിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. ദെൻ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട എക്യുപ്മെന്റ് ആണ് സെൻട്രിഫ്യൂജ് മെഷീൻസ്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ സെൻട്രിഫ്യൂഗ് മെഷീൻ? എന്താണ് സെൻട്രിഫ്യൂഗ് മെഷീൻ? ഒന്ന് കമന്റ് ചെയ്തേ. സെൻട്രിഫ്യൂഗ് മെഷീൻ എന്താണ്? ബ്ലഡിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ടല്ലേ? ബ്ലഡിനെ സെപ്പറേറ്റ് ചെയ്യാനാണ്. അതൊന്ന് അതിന്റെ ഒരു ഇതായിട്ട് എഴുതാം കേട്ടോ. ഒന്ന് അതിന്റെ എക്സ്പ്ലനേഷൻ എഴുതാം, അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും. സെൻട്രിഫ്യൂജസ് ആർ യൂസ്ഡ് ടു വേണോ നിങ്ങൾക്ക്? നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്, അത് ആവശ്യമുണ്ടോ? ഇല്ലെങ്കിൽ കമന്റ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ എസ് എന്ന് പറയാം, ഇല്ലാന്നുണ്ടെങ്കിൽ നോ എന്ന് പറയാം. ഓക്കെ, വേണം. ഓക്കെ, ഇപ്പൊ എഴുതിക്കോളൂ. Centrifuges are used to separate biological components from samples such as blood, urine and DNA. ഓക്കെ, ഇപ്പൊ സെൻട്രിഫ്യൂജ് മെഷീൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അതായത് സെപ്പറേറ്റ് ആയിട്ടുള്ള ബയോളജിക്കൽ കമ്പോണൻസിനെ ബ്ലഡിൽ നിന്നോ യൂറിനിൽ നിന്നോ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെൻട്രിഫ്യൂജസ് മെഷീന് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? ബയോമെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്താണ്? ക്ലിയർ അല്ലേ? ബയോമെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ക്ലിയർ? Then equipments, microscope, test tube, autoclave, centrifuge machine. അതും ക്ലിയർ ആണ്. ഓക്കെ, the next one, materials and reagents. എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിൽ അവിടെ കൊടുത്തിട്ടുണ്ട് കെമിക്കൽസ് എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ബ്ലഡ്, അതായത് നമ്മുടെ ബോഡിയിൽ നിന്നൊക്കെ ബ്ലഡ് ഒക്കെ അവർ എടുക്കുമ്പോൾ, കളക്ട് ചെയ്യുമ്പോൾ അത് കോട്ടാവരുത് അല്ലെ? ഓക്കെ, അതായത് അത് പരിശോധന വിധേയമാക്കണമെങ്കിൽ അത് അതേപോലെ തന്നെ നിലനിർത്തണം. കോട്ടാവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ബ്ലഡ് കോട്ടാവാതിരിക്കാനായിട്ട് കെമിക്കൽസ് ഇതിനകത്ത് മിക്സ് ചെയ്യും. ഓക്കെ, അതിനെയാണ് എന്ത് പറയുന്നത്? മെറ്റീരിയൽസ് ആൻഡ് റീഏജൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ സോഡിയം സിട്രേറ്റ് പോലുള്ള കെമിക്കൽസ് എന്തില് മിക്സ് ചെയ്യുന്നുണ്ട്? ബ്ലഡില് മിക്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുതന്നെയാണ് എന്ത് പറയുന്നത്? റീഏജൻസ് എന്ന് പറയുന്നത് കേട്ടോ. ബ്ലഡ് കോട്ടാകാതിരിക്കാനായിട്ട് കെമിക്കൽസ് ലാബിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എവിടെ ഉപയോഗിക്കുന്നത്? ഒരു ലബോറട്ടറിയിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ബയോമെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ എക്യുപ്മെന്റ്സ് ഉണ്ട്, മെറ്റീരിയൽസ് ആൻഡ് റീഏജൻസ്. ഓക്കെ, ദെൻ താഴെ അത് തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് പറയുന്നത്. ഫോർ ക്യാരിയിങ് ഔട്ട് ഡിഫറെന്റ് ലബോറട്ടറി ഇൻവെസ്റ്റിഗേറ്റീവ് ആക്ടിവിറ്റീസ് ബൈ യൂസിങ് ബയോളജിക്കൽ സ്പെസിമെൻ. അതായത് ഈ ബയോളജിക്കൽ സ്പെസിമെൻ, അതായത് ഹോൾ ബ്ലഡ്, സെറം, പ്ലാസ്മ, യൂറിൻ സ്റ്റൂൾ, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്, ഇത്തരം എക്യുപ്മെന്റിന്റെ ഒക്കെ സഹായത്തോടു കൂടിയാണ് നമുക്ക് ഒരു ആരോഗ്യ പരിശോധനാ ഫലം, ഒരു ഹെൽത്ത് ചെക്കപ്പ് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ടെസ്റ്റിന്റെ റിസൾട്ട് നമുക്ക് കയ്യിൽ കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ? ഇനി ഒന്നും കൂടി പറയണോ? വേണ്ടല്ലോ. ഓക്കെ, പറയണ്ട. എല്ലാവർക്കും ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ, ദെൻ അടുത്തത് ശ്രദ്ധിക്കുക കേട്ടോ. ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് എ മെഡിക്കൽ ലബോറട്ടറി ആർ പ്രൊവൈഡിങ് ഇറ്റ്സ് കസ്റ്റമേഴ്സ്
എക്സാക്ട് റിസൾട്ട് വിച്ച് ഷെയർ ടു ക്ലിനിക്കൽ ട്രീറ്റ്മെന്റ്. അതായത് ഈ ഒരു ലബോറട്ടറിയുടെ ഒബ്ജക്റ്റ്, ലക്ഷ്യം എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന് എക്സാക്ട് ആയിട്ടുള്ള റിസൾട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് കസ്റ്റമേഴ്സിന് അക്യുറേറ്റ് ആയിട്ടുള്ള, കൃത്യമായിട്ടുള്ള റിസൾട്ട് കൊടുക്കുക എന്നുള്ളത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്, അല്ലെങ്കിൽ ആരുടെ ഒബ്ജക്റ്റീവ് ആണ്? അത് ഒരു മെഡിക്കൽ ലബോറട്ടറിയുടെ ഒബ്ജക്റ്റീവ് ആണ്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ദെൻ അടുത്തതിലോട്ട് പോവാൻ നമുക്ക്. ഫങ്ഷണൽ ഡിവിഷൻ ഓഫ് ലാബ് സർവീസസ്. അതായത് ലാബ് സർവീസസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 5 ഡിവിഷൻസ്. ലാബ് നമുക്ക് തരുന്ന സേവനങ്ങൾക്കനുസരിച്ച് ലാബിനെ പലതായിട്ട് തിരിക്കാം. ലാബിനെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പല സർവീസുകളായിട്ട് തിരിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ക്ലിനിക്കൽ പാത്തോളജി, സെക്കൻഡ് വൺ ഈസ് ക്ലിനിക്കൽ മൈക്രോബയോളജി, തേർഡ് വൺ ഈസ് ക്ലിനിക്കൽ ബയോകെമിസ്ട്രി, ആൻഡ് ഫോർത്ത് വൺ ഈസ് യൂറിനാലിസിസ്, ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ്, ലാസ്റ്റ് വൺ ഈസ് ബ്ലഡ് ബാങ്ക്. ഓക്കെ, ഈ ക്ലിനിക്കൽ പാത്തോളജി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? പാത്തോളജി എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? പാത്തോളജി ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പാത്തോളജി, അല്ലെ? എന്താണ് പാത്തോളജി? ഒന്ന് കമന്റ് ചെയ്തേ, പാത്തോളജി എന്താണ്? സ്റ്റഡി ഓഫ് ഡിസീസ് ആണ് അല്ലെ പാത്തോളജി എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്. അതായത് രോഗത്തെ പറ്റിയുള്ള പഠനം, രോഗങ്ങളെ പറ്റിയുള്ള പഠനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാത്തോളജി എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റഡി ഓഫ് ഡിസീസ് ആണ് എന്ത്? പാത്തോളജി. ശ്രദ്ധിച്ചിരിക്കുക, സ്റ്റഡി ഓഫ് ഡിസീസ് ആണ്. ഓക്കെ, അപ്പോ ഈ ഒരു ക്ലിനിക്കൽ പാത്തോളജിയില് എന്താ പറയാ, രോഗനിർണയം, അതിന്റെ കാരണങ്ങള്, അതിന്റെ ചികിത്സ എന്നിവയെ കുറിച്ചിട്ടൊക്കെ എന്ത് നടത്തുന്നുണ്ട്? ഗവേഷണം നടത്തുന്നുണ്ട്. ഓക്കെ, ക്ലിനിക്കൽ പാത്തോളജിയിൽ കൂടുതലും ബ്ലഡ്, യൂറിൻ എന്നിവ പരിശോധന വിധേയമാക്കിക്കൊണ്ടാണ് എന്ത് നടത്തുന്നത്? ടെസ്റ്റുകൾ നടത്തുന്നത്. ഓക്കെ, അപ്പോ ബ്ലഡ്, യൂറിൻ ഇവയ്ക്ക്, അതായത് ഇവയെ പരിശോധന വിധേയമാക്കിക്കൊണ്ട് നടത്തുന്ന ലാബ്, അതിനെയാണ് എന്ത് പറയുന്നത്? ക്ലിനിക്കൽ പാത്തോളജി എന്ന് പറയുന്നത് കേട്ടോ. ഒന്ന് എഴുതി വെക്കാം കേട്ടോ. ബ്ലഡ്, യൂറിൻ എന്നിവയെ പരിശോധന വിധേയമാക്കിക്കൊണ്ട് നടത്തുന്ന ലാബാണ് ക്ലിനിക്കൽ പാത്തോളജി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മള് ലാബിനെ തന്നെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അവര് നൽകുന്ന സർവീസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡിവിഷൻ വരുന്നത്. ഓക്കെ, എഴുതിയോ നിങ്ങള്? ക്ലിനിക്കൽ പാത്തോളജി എഴുതിയോ? ഓക്കെ, ആദ്യം തന്നെ പാത്തോളജി എഴുതാം. സ്റ്റഡി ഓഫ് ഡിസീസിനെയാണ് എന്ത് പറയുന്നത്? പാത്തോളജി എന്ന് പറയുന്നത്. സ്റ്റഡി ഓഫ് ഡിസീസ് ആണ് പാത്തോളജി. ഈ സ്റ്റഡി ഓഫ് ഡിസീസിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് രോഗനിർണയം വരാം, രോഗത്തിന്റെ രോഗനിർണയം വരാം, ഡയഗ്നോസിസ് വരാം. ഓക്കെ, അതായത് ഒരു ഡിസീസിന്റെ ഡയഗ്നോസിസ് വരാം, ദെൻ അതിന്റെ കാരണങ്ങൾ, റീസൺസ് വരാം, ദെൻ അതിന്റെ ചികിത്സ, ട്രീറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ ഒരു രോഗത്തിന്റെ ഡയഗ്നോസിസ്, ഒരു ഡിസീസിനെ സംബന്ധിച്ച് അതിന്റെ ഡയഗ്നോസിസ്, അതിന്റെ റീസൺസ്, ദെൻ അതിന്റെ ട്രീറ്റ്മെന്റ് എന്നിവയെ കുറിച്ചുള്ള പഠനമാണെന്ത്? പാത്തോളജി എന്ന് പറയുന്നത്. നമ്മൾ ഷോർട്ട് ആയിട്ട് പറയുകയാണെങ്കിൽ സ്റ്റഡി ഓഫ് ഡിസീസ് എന്നാണ് പറയുന്നത്. കുറച്ചും കൂടി ഇലാബറേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു രോഗത്തിന്റെ രോഗനിർണയം, ആ രോഗത്തിന്റെ കാരണങ്ങള്, ആ രോഗത്തിന്റെ ചികിത്സ എന്നിവയെ കുറിച്ചുള്ള പഠനം കൂടിയാണ് പാത്തോളജി എന്ന് പറയുന്നത്. ഇനി ക്ലിനിക്കൽ പാത്തോളജി എന്ന് പറഞ്ഞാല് ബ്ലഡ്, യൂറിൻ എന്നിവ പരിശോധന വിധേയമാക്കിക്കൊണ്ട് നടത്തുന്ന ലാബുകളെയാണ് എന്ത് പറയുന്നത്? ക്ലിനിക്കൽ പാത്തോളജി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ദെൻ നമുക്ക് രണ്ടാമത്തെ പോയിന്റിലോട്ട് വരാം. ക്ലിനിക്കൽ മൈക്രോബയോളജി. ക്ലിനിക്കൽ മൈക്രോബയോളജി. ഓക്കെ, എന്തൊക്കെയാണ് ക്ലിനിക്കൽ മൈക്രോബയോളജി? എന്താണ് മൈക്രോബയോളജി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? സ്റ്റഡി ഓഫ് മൈക്രോ ഓർഗാനിസം. എക്സാമ്പിൾ വൈറസ്, ബാക്ടീരിയ എന്ന് ഒരു കുട്ടിയുടെ കമന്റ് ചെയ്തിട്ടുണ്ട്. അതായത്
മൈക്രോ ഓർഗാനിസത്തിനെ അതിനെ കുറിച്ച് പഠിക്കുന്നതാണ് എന്ത് മൈക്രോബയോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ മൈക്രോ ഓർഗാനിസംസ് ആയ ബാക്ടീരിയ, വൈറസ്, ഫംഗി, പാരസൈറ്റ്സ് എന്നിവയെ, അതായത് അവയെ കുറിച്ച് കൂടുതൽ പഠിക്കാനാണ്, അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള, അതായത് ഈ ബാക്ടീരിയ ആയാലും വൈറസ് ആയാലും ഫംഗി ആയാലും അങ്ങനെയുള്ള സൂക്ഷ്മാണുക്കള് ഉണ്ടാക്കുന്ന രോഗങ്ങളെ കുറിച്ച് പഠിക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ ഗവേഷണങ്ങൾ നടത്താനും അതിനെക്കുറിച്ച് ടെസ്റ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി സർവീസ് ചെയ്യുന്ന ലാബിനെയാണ് എന്ത് പറയാ, ക്ലിനിക്കൽ മൈക്രോബയോളജി എന്ന് പറയാം. ഓക്കെ, ഇങ്ങനെയുള്ള വൈറസ് ആയാലും ബാക്ടീരിയ ആയാലും ഒക്കെ എന്താണ് നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാനായിട്ട് സാധിക്കില്ല. അതായത് വളരെയധികം സൂക്ഷ്മമായിട്ടാണ് ഇവ എന്ത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് അസുഖങ്ങൾ വരുത്തുന്ന ഒരുതരം എന്താ പറയാ രോഗാണുക്കളാണ് ഇവര്. അപ്പോ ഈ മൈക്രോ ഓർഗാനിസത്തിനെയൊക്കെ കണ്ടെത്തി രോഗകാരണങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ടെസ്റ്റുകൾ നടത്തുന്ന ലബോറട്ടറിയാണ് എന്ത് ക്ലിനിക്കൽ മൈക്രോബയോളജി. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത് ബാക്ടീരിയ, വൈറസ്, ഫംഗി, അതുപോലെ തന്നെ പാരസൈറ്റ് പോലുള്ള രോഗാണുക്കൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ശരീരത്തില് അസുഖങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അവയെ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം, അതിനു വേണ്ടിയിട്ട് ആ രോഗം എന്തെന്ന് അറിയുകയും അതിനു വേണ്ടിയിട്ടുള്ള പ്രിവെന്റീവ് കാര്യങ്ങൾ ചെയ്യാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ലബോറട്ടറി ഉള്ളത് കേട്ടോ, ക്ലിനിക്കൽ മൈക്രോബയോളജി. ക്ലിനിക്കൽ പാത്തോളജിയും ക്ലിനിക്കൽ മൈക്രോബയോളജി എഴുതിയോ നിങ്ങള്? രണ്ടും ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്തത് ക്ലിനിക്കൽ ബയോകെമിസ്ട്രി ആണ്. ഒന്ന് കമന്റ് ചെയ്ത് എന്താണ് ക്ലിനിക്കൽ ബയോകെമിസ്ട്രി എന്ന് പറയുന്നത്? ക്ലിനിക്കൽ ബയോകെമിസ്ട്രി എന്താ ഉദ്ദേശിക്കുന്നത്? ക്ലിനിക്കൽ ബയോകെമിസ്ട്രിയില് കമന്റ് ചെയ്ത് ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. ക്ലിനിക്കൽ ബയോകെമിസ്ട്രി എന്താണ്? ആ ഒരു ലാബിൽ എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് ടെസ്റ്റുകൾ നടത്തുന്നത്? നമ്മൾ ക്ലിനിക്കൽ പാത്തോളജി പറഞ്ഞു, അതുപോലെ തന്നെ ക്ലിനിക്കൽ മൈക്രോബയോളജി ഒക്കെ പറഞ്ഞു അല്ലെ. ഇനിയുള്ളത് ക്ലിനിക്കൽ ബയോകെമിസ്ട്രി ആണ്. ഓക്കെ, അതായത് കെമിക്കൽ ആണ് കേട്ടോ, കെമിക്കൽസ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോ എൻസൈംസ്, അതുപോലെ തന്നെ ഹോർമോൺസ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻസ് എന്നിവ പരിശോധിച്ച് രോഗനിർണയം നടത്തുന്ന ലാബാണത് ക്ലിനിക്കൽ ബയോകെമിസ്ട്രി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, എൻസൈംസ് എന്ന് പറഞ്ഞാൽ രാസാഗ്നികൾ എന്ന് പറയും അല്ലെ. എൻസൈംസ്, ഹോർമോൺസ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻസ് എന്നിവ പരിശോധിച്ച് രോഗനിർണയം നടത്തുന്ന ലാബ്. ഓക്കെ, ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. ഒന്നുകൂടി പറയട്ടെ, എൻസൈംസ് ഉണ്ട്, ഹോർമോൺസ് ഉണ്ട്, ലിപ്പിഡ്സ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്. ഓക്കെ, ദെൻ ഫോർത്ത് വൺ യൂറിനാലിസിസ്. യൂറിനാലിസിസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, പേരിൽ തന്നെ ഉണ്ട് അല്ലെ. എന്തായിരിക്കും അത്? യൂറിനാലിസിസ് എന്താ ഉദ്ദേശിക്കുന്നേ? വേഗം കമന്റ് ചെയ്ത് അറിയാവുന്നവര് യൂറിനാലിസിസ് എന്താണ്? യൂറിൻ അല്ലെ, മെയിൻ ആയിട്ട് യൂറിൻ ആണ് അല്ലെ. യൂറിൻ ടെസ്റ്റ് ചെയ്ത് അസുഖങ്ങള് കണ്ടുപിടിക്കുന്ന ലാബ്. ഓക്കെ, യൂറിൻ ടെസ്റ്റ് ചെയ്ത് അസുഖങ്ങൾ കണ്ടുപിടിക്കുന്ന ലാബ് അല്ലെ. ഇപ്പോ ഒരു യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ കിഡ്നി ഫംഗ്ഷൻ എന്തെങ്കിലും ഫെയിലിയർ ഒക്കെ വരികയാണെങ്കിൽ ഇത് യൂറിൻ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആ ഒരു സർവീസ് നടത്തുന്ന ലാബ് അല്ലെങ്കിൽ ആ ഒരു രീതിയാണ് യൂറിനാലിസിസ് എന്ന് പറയുന്നത് കേട്ടോ. യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് മെയിൻ ആയിട്ട് അസുഖങ്ങൾ കണ്ടുപിടിക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് 2 രോഗങ്ങൾ പറയാം, യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ, അതുപോലെ കിഡ്നി ഫംഗ്ഷൻ. ഓക്കെ, കിഡ്നി ഫംഗ്ഷൻ. ഓക്കെ, 2 കാര്യങ്ങളൊന്നും എഴുതി വെക്കുക കേട്ടോ. യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ, ദെൻ കിഡ്നി ഫംഗ്ഷൻ. ദെൻ ബ്ലഡ് ബാങ്ക്.
ബ്ലഡ് ബാങ്ക് ഒരു തരത്തിൽ പറഞ്ഞാല് ലബോറട്ടറി തന്നെയാണ് അല്ലെ. ബ്ലഡ് ബാങ്ക് എന്താണ് ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷൻ എന്ന് പറയാ? ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷൻ എന്താണ്? കമന്റ് ചെയ്തൊന്ന് വേഗം. ബ്ലഡ് ബാങ്ക് എന്താണ് ഫംഗ്ഷൻ ആയിട്ട് വരിക? ബ്ലഡ് ബാങ്ക് എന്താ? ബ്ലഡ് സ്റ്റോറേജ് ആണ്. അതായത് മെയിൻ ആയിട്ട് എന്താ പറയാ, പ്രോപ്പർ ട്രാൻസ്ഫ്യൂഷന് വേണ്ടിയിട്ടാണ്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് വേണ്ടിയിട്ടാണ് ബ്ലഡ് ബാങ്കുകളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെ. അപ്പോ ഈ ബ്ലഡ് അതായത് ബ്ലഡ് ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിനു മുമ്പായിട്ട് എന്ത് ചെയ്യും? ആരാണോ കൊടുക്കുന്ന ആള്, അതായത് ദാതാവ് ആരാണോ അയാളുടെ ബ്ലഡ് ആദ്യം എന്ത് ചെയ്യും? ടെസ്റ്റ് ചെയ്യും അല്ലെ. ടെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ അയാൾക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ എന്ത് കൊടുക്കില്ല? ബ്ലഡ് ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫർ അവിടെ നടക്കില്ല. ഓക്കെ, അപ്പൊ മുൻകൂട്ടി എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലഡ് ബാങ്കുകളില് ദാതാവിന്റെ, അതായത് കൊടുക്കുന്ന ആളിന്റെ എന്താണ് ബ്ലഡ് എടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ടെസ്റ്റിന് വിധേയമാക്കുന്നുണ്ട്. അപ്പൊ ബ്ലഡ് ബാങ്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് തന്നെയാണ്, ലാബ് തന്നെയാണ്. അപ്പോ പ്രോപ്പർ ട്രാൻസ്ഫ്യൂഷന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ബ്ലഡ് ബാങ്കുകളില് ബ്ലഡ് ടെസ്റ്റിന് വിധേയമാക്കുന്നത്. ഓക്കെ, 5 കാര്യങ്ങളും ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിനിക്കൽ പാത്തോളജി, ക്ലിനിക്കൽ മൈക്രോബയോളജി, ദെൻ ക്ലിനിക്കൽ ബയോകെമിസ്ട്രി, ദെൻ യൂറിനാലിസിസ്, ബ്ലഡ് ബാങ്ക്. 5 കാര്യങ്ങളും പഠിച്ചോ? സെക്കൻഡ് ഒന്നുകൊണ്ട് പറയണം, ക്ലിനിക്കൽ മൈക്രോബയോളജിയോ? ക്ലിനിക്കൽ മൈക്രോബയോളജി എന്ന് പറഞ്ഞാൽ മൈക്രോ ഓർഗാനിസത്തിനെ കണ്ടെത്താനാണ്. മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത് ബാക്ടീരിയ, വൈറസ്, ഫംഗി അങ്ങനെയുള്ള സൂക്ഷ്മ രോഗാണുക്കളെയാണ് എന്ന് പറയുന്നത് മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത്. അപ്പൊ അവയെ കണ്ടെത്തി ആ രോഗം ഏതെന്ന് കണ്ടുപിടിക്കാനും അതിനുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ, അതായത് കൂടുതൽ ആ ടെസ്റ്റ് റിസൾട്ട് രോഗിക്ക് ലഭ്യമാകാനും വേണ്ടിയിട്ടാണ് ഈ ഇങ്ങനെയുള്ള ലാബ്, അതായത് ക്ലിനിക്കൽ മൈക്രോബയോളജി സർവീസ് കൊടുക്കുന്നത് കേട്ടോ. സൂക്ഷ്മാണുക്കളെ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യാണ്? ഒന്നുകൂടി അത് ടെസ്റ്റിന് വിധേയമാക്കുന്നു. ക്ലിനിക്കൽ ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞാല് എൻസൈംസ്, ഹോർമോൺസ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻസ് എന്നിവ പരിശോധിച്ച് രോഗനിർണയം നടത്തുന്നു. ഓക്കെ, എൻസൈംസ്, ഹോർമോൺസ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻസ് എന്നിവ പരിശോധിച്ചിട്ട് രോഗനിർണയം നടത്തുന്ന ലാബാണെന്ത്? ക്ലിനിക്കൽ ബയോകെമിസ്ട്രി എന്ന് പറയുന്നത്. ക്ലിയർ ആയി? ഓക്കെ, പിന്നെ യൂറിനാലിസിസ് എന്ന് പറഞ്ഞാല് യൂറിൻ ടെസ്റ്റിന് വിധേയമാക്കുന്നു. യൂറിൻ ടെസ്റ്റിന് വിധേയമാക്കിയിട്ട് യൂറിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ, അതായത് ഇപ്പൊ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, കിഡ്നി ഫെയിലിയർ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ എന്താണ് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയുള്ളൊരു പ്രോപ്പർ ടെസ്റ്റിലൂടെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ലാബുകൾ നിലനിൽക്കുന്നുണ്ട്. ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് പ്രോപ്പർ ട്രാൻസ്ഫ്യൂഷന് വേണ്ടിയിട്ടാണ്. അതായത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് രക്തം കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ദാതാവിന്റെ, കൊടുക്കുന്ന ആളിന്റെ ബ്ലഡ് സാമ്പിള് കളക്ട് ചെയ്തിട്ട് അത് ടെസ്റ്റ് ചെയ്ത്, അതായത് 100% അയാൾക്ക് കൊടുക്കാമെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? മറ്റൊരാളിലേക്ക് ബ്ലഡ് കൊടുക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും രോഗങ്ങളോ എന്തെങ്കിലും അസുഖങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല? ബ്ലഡ് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യില്ല. കാരണം ആ ആൾക്ക് എന്ത് വരും? ആ ഒരു ഡിസീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ബ്ലഡ് ബാങ്കുകളിൽ നേരത്തെ തന്നെ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള പരിശോധനകൾ നടത്താറുണ്ട്. അതുകൊണ്ട് ബ്ലഡ് ബാങ്കിനെയും ഒരു ലാബായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? ഇനി ഡൗട്ട് ഉണ്ടോ? ഒന്നും കൂടി പറയണ്ടല്ലോ, ഇനി മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമ്മൾ ഇവിടെ പറയാനായിട്ട് പോകുന്നത് ക്ലിനിക്കൽ പാത്തോളജി, അതുപോലെ ക്ലിനിക്കൽ മൈക്രോബയോളജി, ദെൻ ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. ഇതിനെ തന്നെ പല ഡിവിഷനുകളായിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യത്തേതെന്ന് പറയുന്നത് ക്ലിനിക്കൽ പാത്തോളജിയാണ്. ക്ലിനിക്കൽ പാത്തോളജി. ക്ലിനിക്കൽ പാത്തോളജി എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞത്? എന്തുപയോഗിച്ചിട്ടാണ് അവിടെ ടെസ്റ്റുകൾ നടത്തുന്നത് ക്ലിനിക്കൽ പാത്തോളജിയില്? എന്തുപയോഗിച്ചിട്ടാണ് ക്ലിനിക്കൽ പാത്തോളജിയിലെ ടെസ്റ്റുകൾ നടത്തുന്നത്? കമന്റ് ചെയ്തേ വേഗം. ക്ലിനിക്കൽ പാത്തോളജി
ബ്ലഡ്, യൂറിൻ. ഇപ്പൊ ബ്ലഡ്, യൂറിൻ അതുപോലെ ബ്ലഡ് ഫ്ലൂയിഡ്സ് കേട്ടോ. ബ്ലഡ് ഫ്ലൂയിഡ്സ് നിങ്ങൾക്ക് അവിടെ കൂട്ടിച്ചേർക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ. അപ്പൊ ക്ലിനിക്കൽ പാത്തോളജിയെ എന്താ പറയാ, അതിന്റെ അണ്ടറിലായിട്ട് പല കാര്യങ്ങൾ വരുന്നുണ്ട്. അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹെമറ്റോളജി ആണ്. ഹെമറ്റോളജി. ഹെമറ്റോളജി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? എന്താണ് മീനിങ് ഹെമറ്റോളജി? ഹെമറ്റോളജി ഒന്ന് കമന്റ് ചെയ്തേ. ഹെമറ്റോളജി എന്താണ്? സ്റ്റഡി ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് ഡിസോർഡേഴ്സിനെയാണ് എന്ത് പറയാ? ഹെമറ്റോളജി എന്ന് പറയാ കേട്ടോ. ഓക്കെ. അതായത് ഒരു ബ്ലഡുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡിസോർഡർ ഉണ്ടെങ്കിൽ അതിന്റെ, അതായത് ആ ഒരു അസുഖത്തിന്റെ രോഗനിർണയം നടത്താനും അതുപോലെ അത് പ്രിവെന്റ് ചെയ്യുന്നതിനുമായിട്ട് നമ്മൾ ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ ഹെമറ്റോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ബ്ലഡ് ആണ്. ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ടെസ്റ്റുകൾ കൂടുതലും നടത്തുന്നത്. ഓക്കെ. ഹെമറ്റോളജി. ഒരു എക്സാമ്പിൾ പറഞ്ഞ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏതെങ്കിലും ഒരു അസുഖം പറഞ്ഞ് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്തേ. ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു അസുഖം ഹെമറ്റോളജിയുടെ ഇതിൽ വരുന്നേ. അനീമിയ. റിൻസ മഹിൻ ആണ് ശരിയായിട്ട് പറഞ്ഞത്. അനീമിയ കേട്ടോ. അനീമിയ. ദെൻ ഹീമോഫീലിയ. രണ്ട് അസുഖങ്ങളുണ്ട് കേട്ടോ. അനീമിയ ആൻഡ് ഹീമോഫീലിയ. രണ്ട് അസുഖങ്ങൾ പറയുകയാണെങ്കിൽ അനീമിയ പറയാൻ നമുക്ക്, അതുപോലെ ഹീമോഫീലിയ പറയാം. ഓക്കെ. നെക്സ്റ്റ് വൺ, അടുത്തത് ഹിസ്റ്റോപാത്തോളജി. ഹിസ്റ്റോപാത്തോളജി. ഹിസ്റ്റോപാത്തോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് ടിഷ്യൂസ് ആണ് കേട്ടോ. സ്റ്റഡി ഓഫ് ടിഷ്യൂസ്, അതായത് ടിഷ്യൂസിനെ പറ്റിയുള്ള പഠനം കേട്ടോ. ടിഷ്യൂസിനെ പറ്റിയുള്ള പഠനം. അതുപോലെ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീര കലകൾ കേട്ടോ. ഓക്കെ. അതായത് കോശങ്ങൾ, നമ്മുടെ സെൽസ് കൂടി ചേർന്നിട്ടാണ് ടിഷ്യൂസ് ഉണ്ടാവുന്നത്. ആ ടിഷ്യൂസിന് ഉണ്ടാകുന്ന എന്താ പറയാ രോഗങ്ങള്, അതിനെ കണ്ടെത്താനും അതിനെ പ്രിവെന്റ് ചെയ്യാനും ഒക്കെയുള്ള മാർഗങ്ങൾ, അതാണ് എന്ത് ഹിസ്റ്റോപാത്തോളജി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ സ്റ്റഡി ഓഫ് ടിഷ്യൂസ് ആണ് എന്ത് ഹിസ്റ്റോപാത്തോളജി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ടിഷ്യൂവിനെ ബാധിക്കുന്ന ഒരു രോഗത്തിന്റെ പേര് പറയാമോ? നമ്മുടെ ടിഷ്യൂവിനെ ബാധിക്കുന്ന ഒരു രോഗം ലെപ്രസി. ലെപ്രസി ആണ് കേട്ടോ. കുഷ്ഠം എന്ന് പറയും. കുഷ്ഠം നമ്മുടെ ശരീരകലകളെയാണ് എന്ത് ചെയ്യുന്നത്? ബാധിക്കുന്നത്. ഓക്കെ. അപ്പൊ ഹെമറ്റോളജിയിൽ ഞാൻ 2 എക്സാമ്പിൾ പറഞ്ഞിരുന്നു. എന്തൊക്കെയാ പറഞ്ഞത് ഹെമറ്റോളജിയിൽ? 2 എക്സാമ്പിള് എന്തൊക്കെയായിരുന്നു ഹെമറ്റോളജിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? 2 എക്സാമ്പിള്. ഒന്ന് അനീമിയ പറഞ്ഞു അല്ലെ. 2 ഹീമോഫീലിയ പറഞ്ഞു. ഓക്കെ. അനീമിയ പറഞ്ഞു, ഹീമോഫീലിയ പറഞ്ഞു. ദെൻ ഹിസ്റ്റോപാത്തോളജിയിൽ വരുന്നത് സ്റ്റഡി ഓഫ് ടിഷ്യൂസ് ആണ്. ഓക്കെ. അതിനകത്ത് എക്സാമ്പിൾ പറഞ്ഞത് ലെപ്രസി ആണ്. ലെപ്രസി ആണ്. നമ്മുടെ ശരീരകലകളെ ബാധിക്കുന്ന രോഗമാണ് എന്ത് ലെപ്രസി എന്ന് പറയുന്നത്. ഓക്കെ. ലെപ്രസി. ഓക്കെ. കുഷ്ഠം എന്നാണ് കേട്ടോ അതിന്റെ മീനിങ് വരിക. ദെൻ സൈറ്റോളജി. സൈറ്റോളജി എന്താണ്? സൈറ്റോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് സെൽസ് ആണ്. കോശങ്ങളെ കുറിച്ചുള്ള പഠനമാണ് എന്ത് സൈറ്റോളജി എന്ന് പറയുന്നത്. അപ്പൊ കോശങ്ങളെ എന്ത് ചെയ്യാണ് ഇവിടെ പഠന വിധേയമാക്കുക ചെയ്യുന്നത്. നമ്മൾ ഹിസ്റ്റോളജിയിൽ ടിഷ്യൂസിനെയാണ് പഠന വിധേയമാക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഹെമറ്റോളജിയിൽ ബ്ലഡിനെയാണ് പഠന വിധേയമാക്കുന്നതെങ്കിൽ, സൈറ്റോളജിയില് കോശങ്ങൾ എന്ത് ചെയ്യുന്നു? ടെസ്റ്റുകൾ, അതായത് കോശങ്ങളിലൂടെ കൂടുതൽ ടെസ്റ്റുകൾ നടത്തുന്നു. ഒന്ന് പറഞ്ഞേ, എക്സാമ്പിൾ പറഞ്ഞേ. എന്താണ് വരിക? ക്യാൻസർ ആണ് അല്ലെ. സ്ക്രീനിങ് ടെസ്റ്റ് ഫോർ ക്യാൻസർ ആണ് എന്ത് വരിക? സൈറ്റോളജി. അതായത് സെൽസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പഠനം നടത്തുന്നത്. അതായത് ഈ ഒരു രോഗം, അതായത് സെൽസിന് വരുന്ന നമ്മുടെ കോശങ്ങളെ ബാധിക്കുന്നത്, നമ്മുടെ കോശങ്ങള് ക്രമാതീതമായി വർദ്ധിക്കാനുള്ള കാരണം, അല്ലെങ്കിൽ ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നതാണ് എന്ത് ക്യാൻസർ നമ്മളിൽ ഉണ്ടാക്കുന്നത്. ഓക്കെ. അപ്പോ സ്ക്രീനിങ് ടെസ്റ്റ് ഫോർ ക്യാൻസർ ആണ് എന്ത് ഈ ഒരു സൈറ്റോളജിയില് വരുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, റുട്ടീൻ പാത്തോളജി. റുട്ടീൻ പാത്തോളജി എന്ന് പറഞ്ഞാല് കോമൺ പാത്തോളജി എന്നാണ് പറയാ. ഇറ്റ് ഈസ് ദ ടെസ്റ്റ് പ്രൊവൈഡ്സ് ദാറ്റ് വാല്യബിൾ ഇൻഫോർമേഷൻ അബൌട്ട് ഫോർ ഓവറോൾ ഹെൽത്ത്. അതായത് നമ്മുടെ റുട്ടീൻ പാത്തോളജി എന്ന് പറഞ്ഞാല് നമ്മുടെ ശരീരം, നമ്മുടെ ഓവറോൾ ഹെൽത്തിനെ കുറിച്ചിട്ട്
ടോട്ടൽ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ തരുന്നതാണ് എന്ത് റൂട്ടീൻ പാത്തോളജി എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം CBC. CBC എന്ന് പറഞ്ഞാൽ എന്താണ്? CBC കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. ഓക്കെ, ഇപ്പൊ എന്തെങ്കിലും ഒരു അസുഖങ്ങളൊക്കെ ഇട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാല് ഡോക്ടർ നമുക്ക് എന്ത് ചെയ്യും? CBCക്ക് എഴുതി തരും അല്ലെ. അത് CBC ചെയ്തിട്ട് വരാനായിട്ട് പറയും. അതിനകത്ത് നമ്മുടെ ടോട്ടൽ, അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ള ബ്ലഡ് കൗണ്ട് എന്ത് ചെയ്യാം, അതിനകത്ത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, ഒന്നുകൂടി പറയാം, ഡെഫിനിഷൻ പറയാം. അപ്പൊ റൂട്ടീൻ പാത്തോളജി എന്ന് പറഞ്ഞാല് ഞാൻ പറയാം. റൂട്ടീൻ പാത്തോളജി എന്ന് പറഞ്ഞാല് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ആണ്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഓവറോൾ, അത് നമ്മുടെ ഹെൽത്തിനെ സംബന്ധിച്ചിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് ഈ ഒരു റൂട്ടീൻ പാത്തോളജിയിലൂടെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. CBC കൂടുതലാണ്. CBCയിൽ എല്ലാ വിവരങ്ങളും ഉണ്ടാവും, കൗണ്ട്, എല്ലാ കാര്യങ്ങളും അതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇറ്റ് ഈസ് ദ ടെസ്റ്റ്. റൂട്ടീൻ പാത്തോളജി ആണ് കേട്ടോ പറയുന്നത്. ഇറ്റ് ഈസ് ദ ടെസ്റ്റ് that provides it is the test that provides the valuable information about for overall health, it is the test that provides the valuable information about for overall health. Example CBC is that a complete blood count. Example CBC. Complete blood count. Okay, ഇത് കഴിഞ്ഞോ? ഓക്കെ, അപ്പൊ ഹെമറ്റോളജി എന്ന് പറഞ്ഞാല് സ്റ്റഡി ഓഫ് ബ്ലഡ് ആണ്. ഹിസ്റ്റോപാത്തോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ടിഷ്യൂ ആണ്. ദെൻ സൈറ്റോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് സെൽ ആണ്. ദെൻ റൂട്ടീൻ പാത്തോളജി എന്ന് പറഞ്ഞാൽ ഓവറോൾ ഇൻഫോർമേഷൻ ആണ്. എക്സാമ്പിൾ CBC. ഓക്കെ, ഹെമറ്റോളജിയുടെ എക്സാമ്പിൾ വരുന്നത് അനീമിയ, ഹീമോഫീലിയ ആണ്. ഹിസ്റ്റോപാത്തോളജിയിൽ ഞാൻ പറഞ്ഞു ലെപ്രസി ആണെന്ന് പറഞ്ഞു. സൈറ്റോളജിയിൽ വരുന്നത് ക്യാൻസർ ആണ്. റൂട്ടീൻ പാത്തോളജിയിൽ CBC ആണ്. 5 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ ഇല്ലേ? അല്ല 4 4 പോയിന്റ്സ് കേട്ടോ. 4 പോയിന്റ്സ് എക്സാമ്പിൾ സഹിതം എന്ത് ചെയ്യാം, എഴുതി വെക്കുക കേട്ടോ. ദെൻ നമുക്ക് അടുത്തത് ക്ലിനിക്കൽ മൈക്രോബയോളജിയിലേക്ക് പോകാം. ക്ലിനിക്കൽ മൈക്രോബയോളജി. ഓക്കെ, അടുത്ത ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബാക്ടീരിയോളജി ആണ്. ബാക്ടീരിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിന്റെ സ്റ്റഡിയാണ് ബാക്ടീരിയോളജി? സ്റ്റഡി ഓഫ് ബാക്ടീരിയ കേട്ടോ. സ്റ്റഡി ഓഫ് ബാക്ടീരിയയാണ് ബാക്ടീരിയോളജി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ ഒരു ടെസ്റ്റുകൾ, അതായത് ഈ ബാക്ടീരിയോളജി ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു ടെസ്റ്റ് നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാല് ഹാർംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയ അത് നമ്മുടെ ശരീരത്തിനെ കൂടുതലായിട്ട് എന്താക്കും, സിക്കാക്കും അല്ലെ, കൂടുതൽ നമ്മളെ അവശരാക്കും, രോഗത്തിന് കൂടുതലായിട്ട് രോഗ തീവ്രതയ്ക്ക് കൂടുതൽ കാരണക്കാരനാക്കും. അപ്പോ ഈ ഒരു ബാക്ടീരിയയെ, ഹാർംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയയെ ഡയഗ്നോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ടെസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ക്ലിനിക്കൽ മൈക്രോബയോളജിയുടെ അണ്ടറിൽ വരുന്നതാണ് ബാക്ടീരിയോളജി. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എന്ത് പറയാം? സ്റ്റഡി ഓഫ് ബാക്ടീരിയ ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. എക്സാമ്പിൾ ആയിട്ട് എന്ത് പറയാം? അപ്പൊ അതിന് ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഒരു രോഗം പറഞ്ഞു നമ്മള്. ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഒരു ഡിസീസ് ഏതാ? ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഒരു രോഗം
ആർക്കറിയില്ലേ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഒരു രോഗം? ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടില്ലേ? എലിപ്പനി കേട്ടിട്ടുണ്ടോ? എലിപ്പനി കേട്ടിട്ടില്ലേ നിങ്ങള്? ആ, എലിപ്പനി കേട്ടിട്ടുണ്ട് അല്ലെ? അത് ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗമാണ് എലിപ്പനി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ അതൊന്ന് എഴുതിക്കോളൂ. ബാക്ടീരിയോളജി എഴുതിക്കോളൂ. സ്റ്റഡി ഓഫ് ബാക്ടീരിയ, സ്റ്റഡി ഓഫ് ബാക്ടീരിയ. ഇതിന്റെ താഴെയായിട്ട് എഴുതാം the test used to the test used to the test used to find harmful bacteria in your body that you make sick, that you make sick. Okay, test used to find a harmful bacteria in your body that you make sick. എക്സാമ്പിൾ എന്താ വരിക? എലിപ്പനിയാണ് വരിക അല്ലെ? ലെപ്റ്റോസ്പൈറോസിസ് എലിപ്പനിയുടെ ഇതാണ് കേട്ടോ. കറക്റ്റ് ഇംഗ്ലീഷ് ആണ്. ലെപ്റ്റോസ്പൈറോസിസ്. സ്പെല്ലിംഗ് പറഞ്ഞുതരാം. LEPT OS PIRO SIS. LEPTOSPIROSIS. എഴുതിയോ? ഓക്കെ. The next one, mycobacteriology. Mycobacteriology. Okay. മൈക്കോബാക്ടീരിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ഫോം ഓഫ് ബാക്ടീരിയ. ബാക്ടീരിയയുടെ തന്നെ ഒരു ഫോം ആണ്. മൈക്രോ ബാക്ടീരിയം മൂലം ഉണ്ടാകുന്ന ബാക്ടീരിയ കേട്ടോ. മൈക്രോ ബാക്ടീരിയം ബാക്ടീരിയയുടെ തന്നെ ഒരു ഫോം ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് സ്ലോ ഗ്രോയിങ് ആയിരിക്കും. അതായത് പതുക്കെയാണ് എന്ത് ചെയ്യുക, മനുഷ്യ ശരീരത്തിലേക്ക് ഇത് കയറിയിട്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, വ്യാപിക്കുന്നത്. പതുക്കെയാണ് ഇതിന്റെ ഗ്രൂവിംഗ് എന്ന് പറയുന്നത്. ഡെവലപ്പ് ആകുന്നത് പതുക്കെ, സ്ലോലി മൂവിങ് ആണ് കേട്ടോ. അതാണ് ഈ ഒരു മൈക്രോ ബാക്ടീരിയം എന്ന് പറയുന്നത്. പക്ഷെ ഇത് ഭയങ്കര ഹാംഫുൾ ആണ്. സ്ലോലി ആണെങ്കിലും ഡെവലപ്പ് ചെയ്യുന്നതെങ്കിലും ഹാംഫുൾ ആയിട്ടുള്ള ഒന്നാണ് എന്ത്, മൈക്രോ ബാക്ടീരിയം എന്ന് പറയുന്നത്. അപ്പോ മൈക്രോ ബാക്ടീരിയോളജി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫോം ഓഫ് ബാക്ടീരിയ. മൈക്രോ ബാക്ടീരിയം എന്ന് പറയുന്ന അതുമൂലം ഉണ്ടാകുന്ന ഒരു ബാക്ടീരിയ ആണ്. സ്ലോ ഗ്രോയിങ് ആണ്, ഹാംഫുൾ ആണ്. എക്സാമ്പിൾ നമുക്ക് പറയാനായിട്ട് ഒരു രോഗം, ഈ ഒരു മൈക്രോ ബാക്ടീരിയം മൂലം ഉണ്ടാകുന്ന രോഗം എന്ന് പറയാനായിട്ട് ട്യൂബർകുലോസിനെ പറയാനായിട്ട് സാധിക്കും കേട്ടോ. ക്ഷയം. ഓക്കെ, അതിനെ അതിന്റെ ഫുൾ ആയിട്ടുള്ള നെയിം ആണ് എന്ത്, മൈക്രോ ബാക്ടീരിയം ട്യൂബർകുലോസിസ്. മൈക്രോ ബാക്ടീരിയം ഉണ്ടാക്കുന്ന ഒരു രോഗമാണത് ക്ഷയം എന്ന് പറഞ്ഞാല്. ഫുൾ നെയിം ഈസ് മൈക്രോ ബാക്ടീരിയം ട്യൂബർകുലോസിസ്. മൈക്രോ ബാക്ടീരിയം ട്യൂബർകുലോസിസ്. ഓക്കെ. ഓക്കെ,
ഒന്നുകൂടി പറയാം. മൈക്രോ ബാക്ടീരിയോളജി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഫോം ഓഫ് ബാക്ടീരിയ. മൈക്രോ ബാക്ടീരിയം മൂലമുണ്ടാകുന്ന ഒരു ബാക്ടീരിയ ആണ്. സ്ലോ ഗ്രോയിങ് ആണ്, ഹാംഫുൾ കൂടിയാണ്. എക്സാമ്പിൾ ആയിട്ട് മൈക്രോ ബാക്ടീരിയം ട്യൂബർകുലോസിസ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, മൈക്ക് ഓൺ ചെയ്യാട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇപ്പോ കുറച്ച് ടേംസ് കൂടുതലാണ് ഇതിനകത്ത്. ഈ ഒരു ടേബിള് കഴിയുന്നത് വരെ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മള് സാധാരണ പോലെ ആകും. മാം മെഡിക്കൽ ലബോറട്ടറിന്റെ ഡെഫിനിഷൻ ഒന്നും കൂടി ഒന്ന് പറഞ്ഞുതരാം, നോട്ട് ചെയ്യാൻ. മെഡിക്കൽ ലബോറട്ടറിയുടെ ഡെഫിനിഷനാ Yes. ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ ഫാത്തിമ? ഉണ്ടായിരുന്നു, സ്റ്റെക്ക് ആയതുകൊണ്ട് ശരിക്കും കിട്ടിയിട്ടില്ല. കേട്ടില്ല അല്ലേ? ഓക്കെ, നമ്മൾ പറഞ്ഞു. മെഡിക്കൽ ലബോറട്ടറിയുടെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാല് ഒരു രോഗിയുടെ രോഗനിർണയം നടത്താനും ആ രോഗത്തെ തടയാനും അവർക്ക് ചികിത്സ കൊടുക്കാനും രോഗിയുടെ ആരോഗ്യ വിവരങ്ങൾ പൂർണ്ണമായും ലഭ്യമാകണം. ഓക്കെ, ഒരു രോഗിക്ക് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് ഡയഗ്നോസ് ചെയ്യാനോ അല്ലെങ്കിൽ ആ രോഗത്തെ പ്രിവെന്റ് ചെയ്യാനോ ആ രോഗത്തിന് വേണ്ടിയിട്ട് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനോ നമുക്ക് എന്ത് വേണം? ആ രോഗിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള മെഡിക്കൽ, അതായത് ആരോഗ്യ വിവരങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പൊ അത്തരം വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ക്ലിനിക്കൽ സ്പെസിമെൻസിൽ ടെസ്റ്റുകൾ നടത്തുന്ന സ്ഥലത്തെയാണ് എന്ത് പറയാ? ലബോറട്ടറി എന്ന് പറയാം. അപ്പോ ഇത്തരം വിവരങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ക്ലിനിക്കൽ സ്പെസിമെൻസിലാണ് എന്ത് എടുക്കുന്നത്? ടെസ്റ്റുകൾ നടത്തുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളെ ലബോറട്ടറി എന്ന് പറയും. ഇനി ക്ലിനിക്കൽ സ്പെസിമെൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം. ഹ്യൂമൻ ബോഡിയിൽ നിന്ന് രോഗനിർണയത്തിന് വേണ്ടി കളക്ട് ചെയ്യുന്ന സാമ്പിളുകളെയാണ് എന്ത് പറയാ? ക്ലിനിക്കൽ സ്പെസിമെൻസ് എന്ന് പറയാം. എക്സാമ്പിൾ ആയിട്ട് ബ്ലഡ് പറയാം, യൂറിൻ പറയാം, സ്പൂട്ടം പറയാം, സെറം പറയാം, പ്ലാസ്മ പറയാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? ക്ലിനിക്കൽ സ്പെസിമെൻസ് ആണ്. ഇറ്റ്സ് എ ബയോളജിക്കൽ സ്പെസിമെൻ. ഓക്കെ, അപ്പോ ഇതിലാണ് എന്ത് നടത്തുന്നത്? ടെസ്റ്റുകൾ നടത്തുന്നത്. ഈ ടെസ്റ്റുകളിലൂടെയാണ് ഒരു രോഗിയുടെ കംപ്ലീറ്റ് മെഡിക്കൽ റെക്കോർഡുകൾ എന്ത് ചെയ്യാൻ നമുക്ക് കിട്ടുക. അതായത് അദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഓവറോൾ ആയിട്ടുള്ള ഹെൽത്ത് റിസൾട്ടുകൾ നമുക്ക് അവൈലബിൾ ആവുക. ഓക്കെ, അപ്പൊ അങ്ങനെ നടത്തുന്ന സ്ഥലത്തെയാണ് നമ്മൾ എന്ത് പറയാ? ലബോറട്ടറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ ഫാത്തിമ? Yes, ma'am. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് നോക്കി നിങ്ങള് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. എന്തെങ്കിലും ടേമോ എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടാത്തതുണ്ടെങ്കിൽ ചോദിക്കും. ക്ലിനിക്കൽ ബയോകെമിസ്ട്രിയില് ഹോർമോൺസ്, ലിക്വിഡ്സ്, പ്രോട്ടീൻസ് ഒക്കെ പറഞ്ഞില്ലേ, ഫസ്റ്റ് പറഞ്ഞത് ഏതാ? അതിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറയോ? ഒരു മിനിറ്റ് കേട്ടോ. എൻസൈംസ് അല്ല ഞാൻ പറഞ്ഞത്, രാസാഗ്നികൾ. നമ്മുടെ ശരീരത്തിൽ രാസാഗ്നികൾ പുറപ്പെടുവിക്കുന്നില്ല എൻസൈംസ്. ENZYMES. ENZYEMES. എൻസൈംസ്. അപ്പൊ എൻസൈംസ്, ഹോർമോൺസ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻസ് അവ പരിശോധിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? രോഗനിർണയം നടത്തുന്നത്. അതാണ് ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് നോക്കിയേ. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ല. ക്ലിയർ ആയോ? ബോറടിച്ചോ നിങ്ങൾക്ക് ടേംസ് പറഞ്ഞിട്ട്? ഇല്ല മാം. ഇല്ല, ബോറിംഗ് ഒന്നുമില്ല. ഇൻട്രസ്റ്റ് ആണോ? ടേംസ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ആണോ? സയന്റിഫിക് ടേംസുകൾ Yes, ma'am. ആണല്ലേ? ഓക്കെ, നമുക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇനിയും ഉണ്ട് കുറച്ച് ടേംസുകൾ. നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പൊ ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിച്ചിട്ട് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആരും സംശയത്തോടു കൂടി പോവരുത് കേട്ടോ. അതെനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. ഇല്ല, ആർക്കും ഒരു ഡൗട്ടും ഇല്ല അല്ലെ? ഓക്കെ, Thank you, ma'am.
ഓക്കെ താങ്ക് യു നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ ഓക്കെ താങ്ക് യു.